അദ്ദേഹം പറയണ ആ ഭഗവാൻ ഗുരുവായൂരപ്പനെ ഞാനങ്ങോട്ട് സംരക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നെയും സംരക്ഷിക്കാൻ തുടങ്ങി. അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. അദ്ദേഹം പറയണ ആ ഭഗവാൻ ഗുരുവായൂരപ്പനെ ഞാനങ്ങോട്ട് സംരക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നെയും സംരക്ഷിക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ഒട്ടനവധി പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് വളരെ രസകരമായിട്ടൊരു പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേൾക്കണ്ടായി. കുക്രു. കുട്ടിക്കൃഷ്ണൻ. വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കുക്രു എന്നൊരു പേര് കേട്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഏട്ടൻ എന്നോട് ഷെയർ ചെയ്ത അനുഭവ കഥയാണ്. അദ്ദേഹത്തിന്റെ നാട് എന്നുള്ളത് ഗുരുവായൂർ ചാവക്കാടിനടുത്ത് തന്നെയാണ്. ഉണ്ണിക്കണ്ണൻ നാട്ടുകാരൻ തന്നെയാണ് അദ്ദേഹം കുടുംബമായിട്ട് സ്റ്റേ ചെയ്യുന്നത് തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ദുബായിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം ഉണ്ണിക്കണ്ണന്റെ നാട്ടുകാരനാണ്. എപ്പോഴെങ്കിലൊക്കെ കൂടുന്ന സമയത്ത് ഗുരുവായൂർ പോയിട്ട് തൊഴാറുണ്ടായിരുന്നു. പിന്നെ കുറെ കാലങ്ങളായിട്ട് അതും ചെയ്യാറില്ല. അദ്ദേഹത്തിന്റെ കയ്യിലൊരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അതും ശ്രദ്ധിക്കാറില്ല. അദ്ദേഹം കുടുംബവും കൂടെ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ വാടക വീട് മാറുന്ന സമയത്ത് ഈ കൃഷ്ണ വിഗ്രഹം എടുത്തിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് ഉണ്ണിയുടെ പെയിന്റും പറ്റ മങ്ങിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒത്തിരി വഴിപാടുകൾ ചെയ്തു. അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെ ബ്ലോക്കായി പോയി എന്നാ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് 4 മാസം കഴിഞ്ഞിട്ടും ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ പോയി, ഒട്ടനവധി ജ്യോത്സ്യന്മാരെ കണ്ടു, പല രീതിയിലും വഴിപാടുകൾ കഴിച്ചു. ഒന്നിനും ഫലം കാണുന്നില്ല. അങ്ങനെ അദ്ദേഹം വീട്ടിലിരിക്കുന്ന സമയത്ത് മഹാഭാരതം എന്നൊരു സീരിയൽ കാണാൻ ഇടയായി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഒരു മുഖവും ഉണ്ടോ? അദ്ദേഹം ആകെ അന്തം വിട്ടുപോയി. പിന്നെ അദ്ദേഹം മഹാഭാരതം സെർച്ച് ചെയ്യാൻ തുടങ്ങി. മഹാഭാരതം വായിക്കാൻ തുടങ്ങി, ആ സീരിയൽ കാണാൻ തുടങ്ങി, ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി, അടുക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ണിക്കണ്ണനെ ഞാൻ നോക്കാതെ ഞാൻ ലോകത്തെ എവിടെയും ഓടി നടന്നിട്ട് എന്താ കാര്യം? എൻ്റെ ഭഗവാൻ എൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിക്കാതെ നാട് മുഴുവൻ ഓടി നടന്നിട്ട് എനിക്ക് എന്താണ് പ്രയോജനം? എൻ്റെ ഭഗവാനെ സംരക്ഷിക്കണം. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ആ വിഗ്രഹം, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പെയിന്റ് അടിച്ച് ദിവസവും ഭഗവാനെ വിളക്ക് വെക്കാൻ തുടങ്ങി. താൻ കഴിക്കുന്ന എന്തൊരു ഭക്ഷണമാണെങ്കിലും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കും പോലെ ഭഗവാന് സ്വീറ്റ്സ് മേടിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയണ ആ ഭഗവാൻ ഗുരുവായൂരപ്പനെ ഞാനങ്ങോട്ട് സംരക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നെയും സംരക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് പോലും എന്നെ സഹായിക്കാത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പോവാനുള്ള എല്ലാ ആവശ്യങ്ങളും ചെയ്തു തരാമെന്ന് പറയുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ച് ഗൾഫിൽ എത്തുകയും ചെയ്തു. സാമ്പത്തികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുന്ന സമയമാണ് അദ്ദേഹത്തിന്. ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും അദ്ദേഹത്തിന് ബ്ലോക്കായി കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് ഗുരുവായൂരപ്പനെ ചേർത്ത് വെക്കുന്ന ഭഗവാൻ അങ്ങ് ചേർത്ത് പിടിച്ച അദ്ദേഹത്തിന്. ഞാൻ ആരോടും ഭഗവാനെ ഗുരുവായൂരപ്പനെ ചേർത്ത് വെക്കുന്നു ഞാൻ പറയില്ല. പക്ഷെ ചേർത്ത് വെച്ച ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ സംരക്ഷിക്കുക തന്നെ ചെയ്യണം. ഭഗവാനെ പിണക്കം കൂടുതലാണ്. ചെറിയ കുട്ടിയാണ്, ഉണ്ണിക്കണ്ണനാണ്, പിണക്കം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാനെ ചേർത്ത് വെച്ചിട്ട് ഭഗവാനെ തിരിഞ്ഞു നോക്കാതെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പരീക്ഷിച്ചാൽ കൂടെ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കണ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും കണ്ണുനീര് കണ്ടു നിൽക്കാൻ സാധിക്കില്ല ആ കരുണാസാഗരത്തിന്.